ഷൈൻ ടോം ചാക്കോയുടെ ഇന്നലത്തെ പത്രസമ്മേളനം വലിയ രീതിയിൽ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നതാണ്. ഒരാൾക്കുണ്ടായ ഒരു മാറ്റം, വലിയ മാറ്റം, സാധാരണ മാറ്റമെന്ന് പറയാൻ കഴിയില്ല. അത് വെറുതെ അങ്ങനെ ഒരു മാറ്റം എടുക്കാനും കഴിയില്ല. അതിന് വലിയ ധൈര്യം വേണം, വലിയ കരുത്ത് വേണം, തൻ്റെ ഇടം വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മാറാൻ, അങ്ങനെ എല്ലാവർക്കും ഒന്നും കഴിയുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് താരങ്ങളെ, ഒരുപാട് സ്വഭാവമുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. സാറിന് എന്ത് തോന്നി ആ പത്രസമ്മേളനം കണ്ടപ്പോൾ? ഞാൻ ഇന്നലെ തന്നെ സിനിമാ സദസ്സുകളിൽ പറഞ്ഞിരുന്നു, ഷൈൻ ടോം ചാക്കോ ഒരു തിരിച്ചുവരവ് നടത്താൻ പോവുകയാണ്. മലയാള സിനിമയിൽ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ ഇനി വീണ്ടും ഒരു പിറവി നടത്തുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ, എനിക്ക് മാത്രമല്ല, ആ ഇൻ്റർവ്യൂ കണ്ട എല്ലാവർക്കും ഷൈൻ ടോം ചാക്കോയുടെ സ്നേഹം തോന്നി, സഹതാപം തോന്നി, ആദരവ് തോന്നി. ഇത് മൂന്നും ഒരേപോലെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതും പ്രവർത്തിച്ചതൊന്നും ഞാനായിരുന്നില്ല, എൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഞാൻ ലഹരിക്ക് അടിമയായിരുന്നു. എല്ലാവർക്കും ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്, എൻ്റെ പപ്പായ്ക്ക് ഇത് കാണാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ ഈ മാറ്റം അദ്ദേഹം കാണണമായിരുന്നു, ആ വേദനയുമായിട്ടാണല്ലോ അങ്ങേര് മരിച്ചു പോയത് എന്ന് പറയുന്ന ആ മകൻ്റെ സങ്കടം എത്ര പക്വതയോടെയാണ് അയാൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ലഹരിക്ക് അടിമയാകുന്ന ചെറുപ്പക്കാരെ എങ്ങനെ ബോധവൽക്കരിച്ച് അല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി ഇതേപോലെ തിരിച്ചു കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാവുന്നത് ഷൈൻ ടോം ചാക്കോയുടെ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ്. ഞാൻ പറയുന്നു, ആ മനുഷ്യനെ, ആ ഷൈൻ ടോം ചാക്കോ നടനെ മലയാള സിനിമ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ പോവുകയാണ്. കാരണം അത്രത്തോളം ജനങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ എത്രയോ പേരെന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, കണ്ടിരുന്നു ഇൻ്റർവ്യൂ. എല്ലാവരും ചോദിക്കുന്നതാണ്, ഷൈൻ ടോം ചാക്കോയോട് ആർക്കും ഒരു വിരോധവുമില്ല, ആർക്കും ഒരു ദേഷ്യവുമില്ല. അദ്ദേഹം സ്വയം സമ്മതിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തു പോയി, ആ തെറ്റിനെ നിങ്ങൾ എന്നോട് മാപ്പ് പറയണം. അത് മാത്രമല്ല, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത ആ നടി അവരുമായി ഒന്നിച്ചിരുന്നിട്ടാണ് പറയുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചോദിച്ചു എന്ന് പറയുന്നത് സിനിമാ രംഗമെന്നല്ല, ഈ സമൂഹം ഒന്നടങ്കം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കാം. ഓരോ സാഹചര്യത്തിലും ചിലപ്പോൾ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ഒക്കെ തെറ്റായി പോകാം. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് ആ യാഥാർത്ഥ്യം റിയലൈസ് ചെയ്തുകൊണ്ട് തെറ്റ് സംഭവിച്ചു എന്നറിഞ്ഞാൽ അതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഷൈൻ ടോം ചാക്കോ അതിൽ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചെറുപ്പക്കാരനോട് അതീവ ആരാധനയും ബഹുമാനവും തോന്നുകയാണ് ഈ നിമിഷം. എനിക്ക് മാത്രമല്ല, സിനിമാ രംഗത്തിന് മാത്രമല്ല, ഈ കേരള ജനതയ്ക്ക് മുഴുവൻ ആ ചെറുപ്പക്കാരൻ സ്വീകാര്യനായി കഴിഞ്ഞിരിക്കുന്നു. ഷൈൻ്റെ ഒരു വളർച്ച തന്നെ നോക്കിയാൽ നമുക്കറിയാം. ആദ്യം ഒരു വലിയ വേഷമൊന്നും ചെയ്തല്ല വന്നത്, ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയൊക്കെയാണ് വന്നത്. പിന്നെ വില്ലനായി, കോമഡി നടനായി, ഫൈറ്റിൽ ഗംഭീരമായി, ഡാൻസിൽ ഗംഭീരമായി. അവസാനം ഞാൻ ആ ഭീഷ്മയിലേക്ക് രംഗം ഇന്ന് രാവിലെയും പറഞ്ഞതാണ്, ഭീഷ്മയിലെ രംഗമൊക്കെ ഉണ്ട്, ഒരു ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുന്ന ഒരു രംഗമുണ്ട്, അതിൽ വരെ അഭിനയം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാലാപാർവതി പറഞ്ഞത് വെറുതെ അല്ല. ഈ പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ ഇരിക്കുമെന്ന് പോലും എത്ര കാലം കഴിഞ്ഞ്, എത്ര നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ആ ഷൂട്ടിലേക്ക് വരുമ്പോഴും അറിയാൻ കഴിയുന്നു. അപ്പോൾ ഒരു അസാമാന്യമായ ഒരു പ്രതിഭയുള്ള നടൻ തന്നെയാണ്. അതെ, ഷൈൻ ടോം ചാക്കോ അസിസ്റ്റന്റ് ഡയറക്ടറാണ് വരുന്നത്, കമലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അദ്ദേഹം തന്നെ പറയുന്നു, 8 വർഷമോ 10 വർഷമോ ഏതാണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അപ്പോഴും അഭിനയിക്കാനുള്ളിൽ മോഹമുണ്ട്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ പറയുന്നു, ഗദ്ദാമ എന്ന് പറയുന്ന സിനിമയിലെ ഒരു വേഷം അദ്ദേഹത്തിന് കൊടുക്കാം. അങ്ങനെയാണ് അയാൾ അഭിനയിച്ച് വരുന്നത്. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ഇതിഹാസ എന്ന് പറയുന്ന സിനിമ അതിമനോഹരമായി ഹ്യൂമർ ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, ഒരു പരകായ പ്രവേശം നടത്തുന്ന, ആത്മാവ് പരകായ പ്രവേശം നടത്തുന്ന ഒരു കഥയാണ്. അതെ, അതിൽ ഒരു സ്ത്രീയുടെ ശ്രൈണത കൃത്യമായി അതിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഇതിഹാസം മുതലാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹം നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറുപ്പ് എന്ന് പറയുന്ന സിനിമയിൽ കഥാപാത്രം, കുറേ സിനിമകളുണ്ട്. അതിനുശേഷമാണ് ഈ ലഹരിക്ക് അടിമയായതിനു ശേഷം ചെയ്യുന്ന കഥാപാത്രങ്ങൾക്കൊരു പൂർണ്ണതയല്ല വരിക. അദ്ദേഹം തന്നെ ഇന്നലെ ഇൻ്റർവ്യൂ പറഞ്ഞു, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവർക്കും, അതെനിക്ക് അറിയുമായിരുന്നില്ല, എൻ്റെ ഉള്ളിൽ അതെല്ലാം കൃത്യമാണെന്ന് തോന്നിയിരുന്നു. അങ്ങനെ ചില സിനിമകൾ റീഡബ് ചെയ്തു. അന്ന് ലഹരി ഉപയോഗിച്ചിരുന്നപ്പോൾ ഡബ് ചെയ്തിരുന്ന സാധനങ്ങൾ റീഡബ് ചെയ്തിട്ടാണ് ഈ സിനിമ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ തിരിച്ചറിവും ആ കാര്യങ്ങളും അതിഗംഭീരമായി അഭിനയിക്കാൻ അറിയാവുന്ന, ഇപ്പം മലയാളത്തിൽ നന്നായി അഭിനയിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഇപ്പോൾ ഈ ലഹരിക്ക് അടിമയാണെന്ന് പറയുന്ന മറ്റു ചിലരുണ്ടല്ലോ, അവരുമൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നവരാണ്. ഒരു യുവനടൻ, ഇതേപോലെ ലഹരിക്ക് അടിമയായ ഒരു നടൻ, അയാളെ വെച്ചൊരു സിനിമ ചെയ്ത സംവിധായകനെ ഞാൻ ഇന്നലെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ടാകും? അപ്പം പറഞ്ഞു, ഇപ്പോൾ എല്ലാം നിർത്തിയിരിക്കുന്നു,
അമ്മയുണ്ടായിരുന്നു കൂടെ. ഇപ്പോൾ ലഹരിയെല്ലാം നിർത്തി. ഇപ്പോൾ ഭയങ്കര സ്പിരിച്വലാണ്. അതും ഒരു അഡിക്ഷനാണ്. അപ്പോൾ ഷൂട്ട് നടക്കുമ്പോൾ ഉച്ചയാകുമ്പോൾ പറയും എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് നിസ്കരിക്കണം. നടൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ എന്ന് പറയുന്ന സ്പിരിച്വലായി മാറിയിരിക്കുന്നു. ഞാൻ പറയുന്ന സ്പിരിച്വൽ ആയി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ അഡിക്ഷൻ വന്നാൽ അത് നമുക്ക് സഹിക്കാം. അത് മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെറുപ്പക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് സിനിമാ രംഗത്താണല്ലോ ഏറ്റവും അധികം ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതിൽ നിന്ന് മാറുന്നു എന്ന് പറയുന്നത് ആശാവഹമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ലഹരി കച്ചവടക്കാർ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇവർ ഈ സിനിമാക്കാർക്ക് ലഹരി കൊടുത്തിട്ടാണ് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയിരുന്നാണ് പറയുന്നത്. പക്ഷെ അവരൊക്കെ ഇനി കച്ചവടം മതിയാക്കേണ്ടി വരും, കടപൂട്ടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഈ പറഞ്ഞ സിനിമയാണ് ലഹരിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളത് വലിയ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാർത്തയാണ്. പല സർവേകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വരുന്ന ഈ പ്രൊഫഷണൽസിൻ്റെ ഇടയിലാണ് ലഹരി കൂടുതൽ എന്നാണ്. സിനിമയുടെ സ്ഥാനം അങ്ങനെ കണക്കാക്കി വരുമ്പോൾ ഏതാണ്ട് 7ാമതൊക്കെയാണ് ഈ പറയുന്ന പല മേഖലകളും, നമ്മളിപ്പോൾ ബഹുമാനിക്കുന്ന പല ആരോഗ്യരംഗത്തെ പല മേഖലകളും ഉൾപ്പെടെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് ഏറ്റവും പിന്നിലേക്ക് ഒരു 7ാം സ്ഥാനം എങ്ങാണ്ടാണ് സിനിമാ മേഖല ഇല്ലെങ്കിൽ കലാപ്രവർത്തകരുടെ ഇടയിൽ ലഹരി ഉപയോഗം ഉള്ളത് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഷൈനിനെ സ്കൂളുകളിലേക്കൊക്കെ ക്ഷണിച്ചു തുടങ്ങി. ആൾക്കാർ അന്വേഷിച്ചിട്ട് നമ്പർ ചോദിച്ചിട്ട്, ഞങ്ങളുടെ സഹപ്രവർത്തകരോട് വരെ നമ്പർ ചോദിച്ച് ഇന്ന് രാവിലെയും കോൾ വന്നു, സ്കൂളിലേക്ക് വിളിക്കാനും ലഹരി വിമുക്തമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അതിൻ്റെ സന്ദേശം നൽകാനായിട്ട്. അപ്പോൾ സിനിമാക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരാധന മാത്രമല്ല, മാതൃകയാവാൻ കഴിയുമെന്നുള്ള ഒരു സന്ദേശം കൂടിയില്ലേ അത്? അതെ, ഇപ്പോൾ പ്രിയൻ തന്നെ പറഞ്ഞു സിനിമാ രംഗത്ത് ലഹരി ഉപയോഗിക്കുന്ന 7ാം സ്ഥാനത്താണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്? ഒരു സിനിമാ നടനായതിൻ്റെ പേരിലാണ്. അതെ. അപ്പോൾ സിനിമയ്ക്ക് ആ പോപ്പുലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ 7ാം സ്ഥാനമല്ല 17ാം സ്ഥാനമാണെങ്കിലും ആദ്യം ചർച്ച ചെയ്യപ്പെടുന്ന അവിടെയായിരിക്കും. ഇപ്പോൾ തൊടുപുഴക്കാരൻ ഒരാൾ, ബെൻസ് പോലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ ഡാർക്ക് വെബിലൂടെ ലഹരി വ്യാപാരം നടത്തിയത് പത്രങ്ങളിൽ വാർത്തയാണ്. പക്ഷേ അയാളുടെ കാര്യം അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അയാളെ ഇപ്പം നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരും, അല്ലെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കും. ഇതൊക്കെയാണ്. കോടിക്കണക്കിന് രൂപ അയാൾ ഉണ്ടാക്കി. ഈ പ്രൊഫഷണലിൻ്റെ അടുത്താണ് ഏറ്റവും അധികം ലഹരി വ്യാപാരം നടക്കുന്നതെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. സിനിമാക്കാർ 7ാം സ്ഥാനത്താണെങ്കിലും സിനിമയാണ് അതിൽ 1ാം സ്ഥാനത്ത് എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ പറയുന്നത്. അതിൻ്റെ കാര്യം സിനിമയ്ക്ക് പോപ്പുലാരിറ്റി ഉള്ളതുകൊണ്ടും ഒരു സെലിബ്രിറ്റികളിൽ ഒരുപാടുള്ളത് സിനിമയിലാണ്. അവരുടെ കാര്യം ചർച്ച ചെയ്താൽ പെട്ടെന്നത് വാർത്തയാവും, ജനങ്ങളുടെ ഇടയിലേക്ക് എത്തും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ലഹരി ഉപേക്ഷിച്ച ഷൈൻ ടോം ചാക്കോയെ സ്കൂളുകളിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അത് സിനിമയുടെ ഒരു മാജിക് തന്നെയാണ്. സിനിമയുടെ പോപ്പുലാരിറ്റി ശരിക്കും ഉപയോഗിക്കണം. ഞാൻ പറയുന്നത് എല്ലാ സ്ഥലത്തേക്കും കഴിയുമെങ്കിൽ ഈ IT മേഖലയിലോ എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മുടെ ഷൈൻ ടോം ചാക്കോ ക്ലാസ്സുകൾ എടുക്കണം. പണ്ട് പറയാറില്ലേ, ഈ മദ്യനിരോധന സമിതിയിൽ അതിൻ്റെ സമരത്തിൽ പങ്കെടുക്കാൻ പോയ ഒരാൾ മദ്യപിച്ചിട്ട് പോയി. അവിടെ പിടിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു, മദ്യത്തിൻ്റെ ദോഷം എന്താണെന്ന് എനിക്ക് അനുഭവിച്ചാലല്ലേ അത് നിരോധിക്കണമെന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചൊരു തമാശയുണ്ട്. ഇതങ്ങനെയല്ല. ഇത് ജീവിതത്തിൽ എന്താണ് പറയുക, പരിഹാസ്യനായി മാറിയ ഒരു ചെറുപ്പക്കാരൻ. സിനിമാ നടനാണെങ്കിലും ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഹോട്ടലിൽ നിന്നും 2ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി എന്നൊക്കെ പറയുന്നത് ജനം പരിഹാസത്തോടെയാണ് എടുത്തത്. അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിത്തീരുമെന്നുള്ളത് മറ്റൊരു കാര്യം. അങ്ങനെ പരിഹസിച്ചിരുന്ന ഒരു മനുഷ്യനെ ഇന്ന് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിങ്ങിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഇവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ ചെറുപ്പക്കാരും ഷൈൻ ടോം ചാക്കോയെ കണ്ടുപഠിക്കണം. ഷൈനായിരിക്കണം ഇനി നിങ്ങളുടെ മാതൃക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.